SIR പരിഷ്കരണവുമായി ബന്ധപ്പെട്ട് കണ്ടെത്താനാവാത്ത 51,000 കേസുകൾ പരിഹരിച്ചു കഴിഞ്ഞെന്നും ലോജിക്കൽ വ്യത്യാസം ഉൾപ്പെടെ ഹിയറിംഗ് ആവശ്യമുള്ള 3 ലക്ഷം കേസുകൾ പ്രത്യേക ഹിയറിംഗ് നടത്തി ഈ ആഴ്ചയോടെ പരിഹരിക്കുമെന്നും ജില്ലാ തിരഞ്ഞെടുപ്പ് ഓഫീസർ കൂടിയായ ജില്ലാ കളക്ടർ VR വിനോദ് ജില്ലാ വികസന സമിതി യോഗത്തിൽ അറിയിച്ചു. SIR പരിഷ്കരണം വഴി വോട്ടവകാശമുള്ള ആരും വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്താകുന്ന സാഹചര്യമുണ്ടാകില്ലെന്നും കളക്ടർ പറഞ്ഞു. SIR ജോലികളുടെ പുരോഗമനം സംബന്ധിച്ച് P. ഉബൈദുള്ള MLA ആണ് ചോദ്യമുന്നയിച്ചത്. വില്ലേജ് ഓഫീസുകളിൽ ഹെൽപ്പ് ഡെസ്കുകൾ രൂപീകരിച്ചിട്ടുണ്ടെന്നും ഫോം 6, 7, 8, 8A ഉൾപ്പെടെയുള്ള 6 ലക്ഷത്തിലധികം അപേക്ഷകൾ പരിഗണിച്ച് ഫെബ്രുവരി 14 നടപടികൾ പൂർത്തിയാക്കുമെന്നും കളക്ടർ പറഞ്ഞു. MLAമാരുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നുള്ള പദ്ധതികൾക്ക് ഭരണാനുമതി നൽകുന്നതിലെ കാലതാമസം ആബിദ് ഹുസൈൻ തങ്ങൾ വികസന സമിതി യോഗത്തിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇരുമ്പിളിയം വലിയകുന്നത്ത് റോഡിൽ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റിസ്ഥാപിക്കുന്ന പ്രവൃത്തിയുടെ പുരോഗതി വിലയിരുത്തുന്നതിനായി കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എന്നിവരുടെ യോഗം ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ ഫെബ്രുവരി 2 ചേരും. ആബിദ് ഹുസൈൻ തങ്ങൾ MLA ആണ് വിഷയം ഉന്നയിച്ചത്. കാടാമ്പുഴ 110 kV സബ്സ്റ്റേഷൻ പ്രവൃത്തി പൂർത്തീകരിച്ചു. ഫെബ്രുവരി 15 കമ്മീഷൻ ചെയ്യും. കോട്ടയ്ക്കൽ, വളാഞ്ചേരി എന്നീ നഗരസഭകളിലും മാറാക്കര, എടയൂർ, ഇരുമ്പിളിയം, കുറ്റിപ്പുറം എന്നീ പഞ്ചായത്തുകളിലുമായി 2017 മുതൽ 2026 വരെയുള്ള കാലയളവിൽ 6.06 കോടി രൂപ ചെലവിൽ 91 ട്രാൻസ്ഫോമറുകൾ സ്ഥാപിച്ചിട്ടുണ്ടെന്നും KSEB ട്രാൻസ്മിഷൻ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ആബിദ് ഹുസൈൻ തങ്ങളാണ് വിഷയം ഉന്നയിച്ചത്. ജില്ലാ പോലീസ് മേധാവി, PWD റോഡ് വിഭാഗം, എൻഫോഴ്സ്മെന്റ് വിഭാഗം എന്നിവയുടെ റോഡ് സുരക്ഷയുമായി ബന്ധപ്പെട്ട യോഗം ഫെബ്രുവരി 3 3 മണിക്ക് കോട്ടയ്ക്കൽ മുനിസിപ്പാലിറ്റിയിൽ ചേരുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. കോട്ടയ്ക്കൽ പുത്തൂർ ചെനക്കൽ ബൈപ്പാസ് 3ാം ഘട്ടത്തിനായുള്ള ഡോട്ടൽ സ്റ്റേഷൻ സർവേ പൂർത്തീകരിച്ചിട്ടുണ്ടെന്ന് ആബിദ് ഹുസൈൻ തങ്ങൾ MLAയുടെ ചോദ്യത്തിന് മറുപടിയായി പൊതുമരാമത്ത് റോഡ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. കോട്ടക്കുന്ന് ഡ്രൈനേജ് നിർമ്മാണത്തിന്റെ പുരോഗതി പൂർത്തിയാക്കണമെന്ന് P. ഉബൈദുള്ള MLA ആരാഞ്ഞു. സിവിൽ സ്റ്റേഷനിലെ കുടുംബ കോടതിയുടെ കെട്ടിടം അവസാനഘട്ട നിർമ്മാണത്തിലാണെന്നും മലപ്പുറം വിദ്യാഭ്യാസ ഉപഡയറക്ടർ ഓഫീസിന്റെ നിർമ്മാണ പ്രവൃത്തികൾ പുരോഗമിക്കുന്നുവെന്നും RTO ഓഫീസ് കെട്ടിട നിർമ്മാണ പ്രപ്പോസൽ അനുമതിക്കായി സമർപ്പിച്ചിരിക്കുകയാണെന്നും PWD ബിൽഡിംഗ് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഉബൈദുള്ള MLA ആണ് ചോദ്യമുന്നയിച്ചത്. ദേശീയപാതയുമായി ബന്ധപ്പെട്ട ഡ്രെയിനേജ് സംവിധാനങ്ങളുടെ നിർമ്മാണത്തെക്കുറിച്ച് KP മജീദ് MLAയുടെ ചോദ്യത്തിന് ഇതിനായുള്ള ഫണ്ട് ദേശീയപാത അതോറിറ്റി റിലീസ് ചെയ്താലുടൻ LSGD എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് കൈമാറുമെന്ന് ജില്ലാ കളക്ടർ അറിയിച്ചു. തിരൂർ ജില്ലാ ആശുപത്രിയിൽ 60 രോഗികളുടെ മരുന്ന് ക്ഷാമവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ആരോഗ്യവകുപ്പ് ഡയറക്ടറുടെ അടിയന്തര ഇടപെടലിനായി കത്ത് നൽകിയിട്ടുണ്ടെന്ന് ജില്ലാ മെഡിക്കൽ ഓഫീസർ അറിയിച്ചു. കുറുക്കോള് മൊയ്തീൻ MLAയുടെ പ്രതിനിധിയാണ് വിഷയം ഉന്നയിച്ചത്. അംബേദ്കർ ഗ്രാമം പദ്ധതി പ്രകാരം അനുവദിച്ച മഞ്ചേരി നഗരസഭയിലെ അടങ്ങുംപുറം ഉന്നതിയുടെ പ്രവൃത്തി ഫെബ്രുവരിയോടെ പൂർത്തിയാകുമെന്ന് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. മഞ്ചേരി അമൃത് കുടിവെള്ള പദ്ധതിയുടെ 300 മീറ്റർ പൈപ്പ് ലൈൻ സ്ഥാപിക്കൽ പ്രവൃത്തി ഈ ആഴ്ച ആരംഭിക്കുമെന്ന് കേരള വാട്ടർ അതോറിറ്റി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. UA ലത്തീഫ് MLAയുടെ പ്രതിനിധിയാണ് ചോദ്യമുന്നയിച്ചത്. തവനൂർ പൊന്നാനി മണ്ഡലത്തിലെ കോലിക്കര മുതൽ കുറ്റിപ്പാലം വരെയുള്ള 21 കിലോമീറ്റർ റോഡിന്റെ കരാർ തുക കൂടുതലായതിനാൽ അംഗീകാരത്തിനായി സർക്കാരിലേക്ക് സമർപ്പിച്ചിരിക്കുകയാണെന്ന് പൊതുമരാമത്ത് വകുപ്പ് നിരത്തുകൾ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ MP അബ്ദുസമദ് സമദാനിയുടെ പ്രതിനിധിയുടെ ചോദ്യത്തിന് മറുപടിയായി അറിയിച്ചു. ജില്ലാ ആസൂത്രണ സമിതി ഹാളിൽ ജില്ലാ കളക്ടർ VR വിനോദിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ MLAമാരായ ആബിദ് ഹുസൈൻ തങ്ങൾ, KP മജീദ്, P. ഉബൈദുള്ള, ADM K. ദേവകി, സബ് കളക്ടർ സാക്ഷി മോഹൻ, ജില്ലാ പ്ലാനിംഗ് ഓഫീസർ TV ഷാജു, ജില്ലാതല ഉദ്യോഗസ്ഥർ, MP, MLAമാരുടെ പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഈ ചാനൽ ന്യൂസ് മലപ്പുറം. യൂണിവേഴ്സിറ്റിന്ന് അഡ്മിറ്റ് കാർഡ് വന്നുട്ടോ. ആഹാ, അത് നന്നായല്ലോ. അപ്പോ ഈ വിസയും ടിക്കറ്റൊക്കെ വേഗം ശരിയാക്കേണ്ടി വരില്ലേ കണ്ണാ? വേണം. കാശ് എത്ര വേണ്ടി വരുടാ? ഒരു 4-5 ലക്ഷം എന്തായാലും വേണ്ടി വരും. എത്ര ദിവസം കിട്ടും നമുക്ക്? 20-25 ദിവസം. അമ്മ, ഞാനെന്താ മറുപടി അയക്കണ്ടേ? നീ ഓക്കെ പറഞ്ഞു. KSFE, ഈ നാടിന്റെ ധൈര്യം.